ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു പുലാവാണ് കേട്ടോ. ഈ പുലാവ് സാധാരണ റൈസ് കൊണ്ടുണ്ടാക്കിയ പുലാവോ വെർമിസെല്ലി പുലാവോ ഒന്നുമല്ല. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു പുലാവാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഇടിയപ്പം കൊണ്ടുണ്ടാക്കിയ ഒരു ടൊമാറ്റോ പുലാവാണ് കേട്ടോ. ഇത് റെഡി ടു ഈറ്റ് ഇടിയപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്താൽ മതി. 5 മിനിറ്റ് ആവിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇടിയപ്പമാണ് കേട്ടോ. നിങ്ങൾക്കിതെല്ലാം അവിടെ നാട്ടിലൊക്കെ കിട്ടുമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡിന്നർ വീട്ടിൽ തന്നെ കഴിക്കാം എന്നുള്ളതിൽ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, അതിൻ്റെ 2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളതിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു ഒണിയൻ കട്ട് ചെയ്തത് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായി ഇതിനെ സോട്ട് ചെയ്യാം. അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ തന്നെ ഞാൻ ഇതിനെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി. ഇനി അതിലേക്ക് ഒരു ടൊമാറ്റോ അരച്ചതാണ് ഒഴിക്കുന്നത് കേട്ടോ. ടൊമാറ്റോ പ്യൂരി ജസ്റ്റ് ഒന്ന് ടൊമാറ്റോനെ മിക്സിയിലിട്ടിട്ട് അരച്ചൊഴിച്ചതാണ്. വെറുതെ ടൊമാറ്റോ ഇടുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഈ അരച്ചൊഴിച്ചതിനെ ഇടുമ്പോൾ കേട്ടോ. ഇതൊന്ന് കുറുകട്ടെ, ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയതായിട്ട് ഫൈനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബീൻസാണ് ഇട്ട് കൊടുത്തത്. ഗ്രീൻ പീസ് വേണമെന്നുള്ളവർക്ക് അതിടാം. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നിങ്ങൾക്കിടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ബീൻസ് ആയിരുന്നു അവൈലബിൾ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്കാവട്ടെ. ഈ ടൊമാറ്റോവിൻ്റെ ഗ്രേവി ഒന്ന് ലൂസും ആവണം. പിന്നെ കൂടാതെ നമ്മുടെ ആ ബീൻസ് ഒന്ന് വേവുകയും ചെയ്തു ഈ ടൈം കൊണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഇങ്ങനെ ടൊമാറ്റോ വേവിക്കുമ്പോൾ വേറൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് സാധാരണ ടൊമാറ്റോ ജസ്റ്റ് സോട്ട് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് വ്യത്യാസം വരും. ആദ്യത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം വെജിറ്റബിൾ മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. മസാല വേണമെന്നുള്ളവർക്ക് അതിട്ട് കൊടുക്കാം. വേറെ ഗരം മസാലയോ ബാക്കി മസാലകളോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഇത് ഇടിയപ്പമാണെന്ന് തോന്നുക പോലുമില്ല. ഇനി ഞാൻ ആവിയിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള ഇടിയപ്പത്തിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പീസാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലിട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി തന്നെ വേണമെങ്കിൽ പീസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു 10 പീസിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഉപയോഗിച്ചത്. ഇങ്ങനെ ആക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തീരുകയും ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണോ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സിമ്പിളായിട്ട് ബീൻസ് മാത്രം ചേർത്ത് എന്നേ ഉള്ളൂ. ഇതിൽ ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ. ടൊമാറ്റോൻ്റെ കുത്തുന്ന പുളിക്കുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ ടൊമാറ്റോ പുലാവ് സൂപ്പർ ഒരു ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് തേങ്ങ ഇങ്ങനെ മുകളിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിടയിലും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല വേണമെന്നുള്ളവർക്ക് വറുത്തിടുന്ന സമയത്ത് കറിവേപ്പിൻ്റെ ഇല ഇടാം കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ കണ്ട എല്ലാ സ്ഥലത്തും ആ തേങ്ങയും മല്ലിടയിലും ഒക്കെ കൂടി നല്ലൊരു ഫ്ലേവർ വരും. എണ്ണ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിക്കാം കേട്ടോ. ഞാൻ വളരെ കുറച്ചായിട്ടാണ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ റെഡി ടു കുക്ക് ഇടിയപ്പം ഉപയോഗിച്ച് തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ ബാക്കി വരുന്ന ഇടിയപ്പം ഉണ്ടെങ്കിൽ കറിയൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഡിന്നറോ സ്നാക്കോ ആയിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.